Hi all of you, welcome to Students Corner. ഈക്വൽ ഷെയർസിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ തന്നിരിക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് ആദ്യമായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 134 ഹൗ മെനി പാക്കറ്റ്സ് എന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി പാക്കറ്റ്സ്? 6 candles can be put in a packet. How many such packets are needed to pack 60 candles? 6 candles can be put in a packet എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാക്കറ്റിൽ 6 തിരികൾ നമുക്ക് വെക്കാൻ പറ്റും, അതാണ് അവർ പറയുന്നത്. How many such packets are needed to pack 60 candles? അതായത് നമ്മുടെ ചോദ്യം എന്താണ്? ഒരു പാക്കറ്റിൽ നമുക്ക് 6 തിരികൾ വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 60 ക്യാൻഡിൽസ് വെക്കാനായിട്ട് എത്ര പാക്കറ്റ്സ് നമുക്ക് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 60നെ 6 എണ്ണം വീതമുള്ള ഗ്രൂപ്പ്സ് ആക്കിയാൽ മതി അല്ലേ? 60നെ 6 എണ്ണം വീതമുള്ള ഗ്രൂപ്പ്സ് ആക്കിയാൽ മതി. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 60 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി. ഇനി നമുക്ക് 60 എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. 66ൻ്റെ ടേബിളിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് 6 ഇൻറ്റു എത്രയാണ് 60 എന്ന് ആലോചിച്ചാൽ മതി. ഹൗ മെനി 6 ആർ 60? 6 10s ആർ 60, അല്ലെങ്കിൽ 6 ഇൻറ്റു 10 ആണ് 60. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? അതെ, 10 ആണ്. ഓക്കെ, അപ്പോൾ എത്ര പാക്കറ്റ്സ് വേണം? 10 പാക്കറ്റ്സ്. ഓക്കെ, നമുക്ക് 10 പാക്കറ്റ്സ് ആണ് 60 ക്യാൻഡിൽസ് 6 എണ്ണം വീതമുള്ള പാക്കറ്റായിട്ട് പാക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. ഹൗ മെനി പാക്കറ്റ്സ്? 10 പാക്കറ്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മേക്കിംഗ് ഷേപ്സ് ആണ്. 4 triangles are used to make this. Using the triangles given below, how many such shapes can be made? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഒരു ഷേപ്പ് ഉണ്ട്, ഈ ഷേപ്പ്. ഈ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് എത്ര ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്? 4 ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവരിവിടെ പറയുന്നത്. അതായത് ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഫിഗർ ഉണ്ടാക്കാനായിട്ട്, ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ രൂപം അതുണ്ടാക്കിയെടുക്കാനായിട്ട് അവർ 4 ചെറിയ ട്രയാങ്കിൾസ് യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഈ ട്രയാങ്കിൾസ് ഉപയോഗിച്ച് ഇതുപോലത്തെ എത്ര ഷേപ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് ദ ട്രയാങ്കിൾസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ചെറിയ ട്രയാങ്കിളുകൾ ഉപയോഗിച്ച് ഇതുപോലത്തെ എത്ര ഷേപ്സ് ഉണ്ടാക്കാം എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് അതിനെ ഗ്രൂപ്പ്സ് ഓഫ് 4 ആക്കിയാൽ മതി. ഇവിടെ പിക്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്ത് കണ്ടുപിടിക്കാം. ഈ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് കുഞ്ഞു പിള്ളേരാണ്, അതുകൊണ്ട് നമ്മൾ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് മുതിർന്നവരാണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ട്രയാങ്കിൾസ് എത്ര എണ്ണം ഉണ്ടെന്ന് ആദ്യം എണ്ണണം. നമുക്ക് എണ്ണിയാലോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് അവിടെ? ടോട്ടൽ 24 ട്രയാങ്കിൾസ് ആർ ദെയർ. 24 ട്രയാങ്കിൾസ് ഉണ്ട് ഇവിടെ. നമുക്ക് ആദ്യം അത് തന്നെ എഴുതണം നമ്മുടെ ആൻസറിലേക്ക്. നിങ്ങൾ ആൻസറിൻ്റെ സൈഡിലായിട്ട് അത് എഴുതുന്ന നല്ലതായിരിക്കും. ടോട്ടൽ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു 24. 24 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഇനി യൂസിങ് ദീസ് ട്രയാങ്കിൾസ് ഹൗ മെനി സച്ച് ഷേപ്സ് ക്യാൻ ബി മെയ്ഡ്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. സച്ച് ഷേപ്സ് എന്ന് പറഞ്ഞാൽ മുകളിലത്തേതുപോലുള്ള ഷേപ്സ്. ഇതുപോലുള്ള എത്ര എണ്ണം ഉണ്ടാക്കാം? ഇത് 4 ട്രയാങ്കിൾ കൊണ്ടാണ് ഈ ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 24 ട്രയാങ്കിൾസ് കൊണ്ട് 4 ട്രയാങ്കിൾസ് ഉപയോഗിച്ചുള്ള ഇതുപോലത്തെ എത്ര ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ 24നെ ഗ്രൂപ്പ്സ് ഓഫ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് എന്ത് ചെയ്താൽ മതി?
24 ഡിവൈഡഡ് ബൈ 4 നോക്കിയാൽ മതി. 24 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 4 ഇൻറ്റു എത്രയാണ് 24 എന്ന് ചിന്തിച്ച് നോക്കൂ. യെസ്, 4 6 ആർ 24. 4 ഇൻറ്റു 6 ആണ് 24. അങ്ങനെയാണെങ്കിൽ 24 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 6 ആണ്. അപ്പോൾ ഹൗ മെനി സച്ച് ഷേപ്സ് ക്യാൻ ബി മെയ്ഡ്? 6 ഷേപ്സ് ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് എന്താണ്? 6 ഷേപ്സ് ക്യാൻ ബി മെയ്ഡ്. ഇനി നെക്സ്റ്റ് ചോദ്യം എന്താണ്? യൂസിങ് ദീസ് ട്രയാങ്കിൾസ് ഹൗ മെനി ഷേപ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 8 ട്രയാങ്കിൾസ് ഇൻ ഈച്ച്. അടുത്ത ചോദ്യം എന്താണ്? 8 ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇതുപോലത്തെ 8 ട്രയാങ്കിളുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഷേപ്സ് നമുക്കുണ്ടാക്കാമെന്ന്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? 24നെ ഗ്രൂപ്പ്സ് ഓഫ് 8 ആക്കി മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 24 ഡിവൈഡഡ് ബൈ 8 നോക്കണം. 24 ഡിവൈഡഡ് ബൈ 8 നോക്കാൻ എന്ത് നോക്കണം? 8 ഇൻറ്റു എത്രയാണ് 24? 8 3s ആർ 24 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ 24 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിരിക്കും? 3. സോ 24 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പോൾ എത്ര ഷേപ്സ് ഉണ്ടാക്കാം? ഈ ബോക്സിൻ്റെ ആൻസർ എന്താണ്? 3 ആണ് ആ ബോക്സിൽ എഴുതേണ്ട ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഷേപ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 6 ട്രയാങ്കിൾസ് ഇൻ ഈച്ച്? അടുത്തത് 6 ട്രയാങ്കിളുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഷേപ്സ്, അതായത് 6 ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്യുന്ന ഷേപ്പ് ഇതാണ്. അപ്പോൾ ഇതുപോലത്തെ എത്ര ഷേപ്പ് ഫോം ചെയ്യണം? അതിനെന്ത് ചെയ്താൽ മതി? ഈ 24നെ എന്താക്കിയാൽ മതി? 6 വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ചാൽ മതി. ദാറ്റ് മീൻസ് 24 ഡിവൈഡഡ് ബൈ 6. 24 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 6 ഇൻറ്റു എത്രയാണ് 24 എന്ന് നോക്കിയാൽ മതി. 6 ഇൻറ്റു എത്രയാണ് 24? 6 4s ആർ 24 ആണ്. അപ്പോൾ 6 ഇൻറ്റു 4 24 ആണ്. അതുകൊണ്ട് 24 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? 4 ആണ് ആൻസർ. സോ നമ്മുടെ ബോക്സിൽ എന്താണ് എഴുതേണ്ടത്? 4. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി വിത്ത് 3 ട്രയാങ്കിൾസ് ഇൻ ഈച്ച്? അതായത് 3 ട്രയാങ്കിളുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫിഗർ ഫോം ചെയ്യുകയാണെങ്കിൽ അതുപോലത്തെ എത്ര ഫിഗേഴ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ? 24നെ ഗ്രൂപ്പ്സ് ഓഫ് 3 ആക്കിയാൽ മതി. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 3 ആണ്. അതിനെന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു എത്രയാണ് 24 എന്ന് നോക്കിയാൽ മതി. 3 ഇൻറ്റു എത്രയാണ് 24? 3 8s ആർ 24. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? ക്വോഷ്യൻ്റ് എത്രയാണ്? 8 ആണ് ക്വോഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അതായത് 8 ഷേപ്സ് ക്യാൻ ബി മെയ്ഡ്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി ടേബിൾസ്? See the picture of chairs put around a table. Like this, the chairs below can be put around how many tables? നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലേക്കൊന്ന് നോക്കിക്കേ. ആ പുസ്തകത്തിൽ ഒരു ടേബിൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ടേബിളിൽ എന്താണുള്ളത്? ആ ടേബിളിന് ചുറ്റും എത്ര ചെയേഴ്സ് ഉണ്ടെന്നൊന്ന് എണ്ണി പറഞ്ഞേ. 1 2 3 4 5 6. അതായത് ടേബിളിന് ചുറ്റും എത്ര ചെയേഴ്സ് ഉണ്ട്? 6 ചെയേഴ്സ്. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലൈക്ക് ദിസ് ദ ചെയേഴ്സ് ബിലോ ക്യാൻ ബി പുട്ട് അറൗണ്ട് ഹൗ മെനി ടേബിൾസ്? ഇതുപോലെ ഒരു മേശയ്ക്ക് ചുറ്റും ഇടാനാണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ടേബിൾസ് എത്ര മേശയ്ക്ക് ചുറ്റും ഇടാമെന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 6 ചെയേഴ്സ് അറൗണ്ട് 1 ടേബിൾ. അതായത് ഒരു മേശയ്ക്ക് ചുറ്റും 6 കസേരകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കസേരകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതിനുശേഷം ആ കസേരകളെ 6 വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ചാൽ എത്ര ഗ്രൂപ്പുകൾ കിട്ടുമോ അത്രയും മേശകൾക്ക് ചുറ്റും ഇവ ഇടാൻ പറ്റും അല്ലേ? അപ്പം നമുക്ക് എണ്ണി നോക്കാം എത്ര ചെയേഴ്സ് ഉണ്ടെന്ന്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30.
സോ ഹൗ മെനി ചെയേഴ്സ് ആർ ദെയർ ഇൻ ഓൾ? 30 ചെയേഴ്സ് ആർ ദെയർ ഇൻ ഓൾ. അതായത് 30 ചെയേഴ്സ് ഉണ്ട്. അപ്പോൾ 30 ചെയേഴ്സ് എത്ര ടേബിളിന് ചുറ്റും ഇടാൻ പറ്റും? അറൗണ്ട് എത്ര ടേബിൾ ആണെന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? 30 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി. 30 ഡിവൈഡഡ് ബൈ 6 കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്താണ്? 6 ഇൻറ്റു എത്രയാണ് 30 എന്ന് നോക്കുക. 6 ഇൻറ്റു എത്രയാണ് 30? 6 5s are 30. അതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 5 ആണ്. സോ 30 ചെയേഴ്സ് അറൗണ്ട് ഹൗ മെനി ടേബിൾസ്? 30 ചെയേഴ്സ് അറൗണ്ട് 5 ടേബിൾസ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നെക്സ്റ്റ് പേജിലെ 135, പേജ് നമ്പർ 135 മേക്കിംഗ് കണക്ഷൻസ്. ഫൈൻഡ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ ദ പാർട്സ് ഓഫ് ദ സെയിം കളർ. അതായത് ഒരേ കളറിൽ പെയിന്റ് ചെയ്തിരിക്കുന്ന പാർട്സ്, ഒരേ കളർ അടിച്ചിരിക്കുന്ന പാർട്സ് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് പോവുകയാണ് വേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. എവിടുന്ന് വേണേലും തുടങ്ങിക്കോ, ഒന്നും കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് തുടങ്ങുകയാണ് ഇപ്പോൾ. 24 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അവിടുന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 4 ഇൻറ്റു എത്രയാണ് 24 എന്ന് നമുക്കറിയാം. 4 6 ആർ 24 എന്ന്. അതുകൊണ്ട് തന്നെ 24 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 6 ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഇനി നിങ്ങൾ തൊട്ട് താഴെ അതേ കളർ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇത് നോക്കിക്കേ. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? 24 ഡിവൈഡഡ് ബൈ 4 എന്ന് ചോദിച്ചാൽ 6 കിട്ടും. 24 ഡിവൈഡഡ് ബൈ 6 എന്ന് ചോദിച്ചാൽ 4 കിട്ടും. അതാണ് ഇവിടുത്തെ കണക്ഷൻ. അതായത് ഒരേ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ്. ഒരേ മൾട്ടിപ്ലിക്കേഷൻ തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ഈ ഡിവിഷൻ കണ്ടുപിടിച്ചത്. അതായത് നമുക്ക് 4 ഇൻറ്റു 6 എത്രയാണ് എന്നറിഞ്ഞാൽ മതി ഈ രണ്ട് ചോദ്യത്തിനും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ. ഏതെങ്കിലും രണ്ട് നമ്പർ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 3 എന്ന് ചോദിക്കുകയാണെങ്കിൽ 2 ആൻസർ ആയിട്ട് വരും. ഇനി 6 ഡിവൈഡഡ് ബൈ 2 എന്ന് ചോദിച്ചാലോ 3 ആൻസർ ആയിട്ട് വരും. ഇതാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിലുള്ള ആ കണക്ഷൻ. ഓക്കെ, ആ കണക്ഷനാണ് നിങ്ങളിവിടെ പഠിക്കേണ്ടത്. അപ്പം ഒരേ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൊണ്ടാണ് നമ്മൾ ഈ രണ്ടും ചെയ്യുന്നത്. കാരണം 4 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ ഇവിടെ 24 പ്രൊഡക്റ്റ് ആണ്, 6ഉം 4ഉം ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ കോഷ്യന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരേ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ രണ്ടിടത്തും കോഷ്യന്റ് ആയിട്ട് വരുന്നത്. നമ്പേഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് കോളംസ് ഇൻഡിക്കേറ്റ് സെയിം മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4 6ഉം 24 ഡിവൈഡഡ് ബൈ 6 4ഉമാണ് ആൻസർ. അത് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ ആൻസർ എഴുതാം. 24 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 6. അതായത് 4 ഇൻറ്റു എത്രയാണ് 24 എന്നുള്ളതാണ് ചോദ്യം. 4 ഇൻറ്റു 6 ആണ് 24 എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇവിടെ 24 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 6 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 24. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സെയിം മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ പ്രൊഡക്റ്റ് സെയിം ആണ്, ഇവിടെ സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഫാക്ടേഴ്സ് തിരിച്ചിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 4 ഇൻറ്റു 6 6 ഇൻറ്റു 4 ആയെന്നേ ഉള്ളൂ. അത് ഓർഡർ വ്യത്യാസമുള്ളത് ഓർഡർ വ്യത്യാസം വന്നതുകൊണ്ട് പ്രൊഡക്റ്റ് വ്യത്യാസമില്ല എന്ന് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളെ പ്രോപ്പർട്ടി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ലേ. 4 ഇൻറ്റു 6 എന്ന് എഴുതിയാലും 6 ഇൻറ്റു 4 എന്ന് എഴുതിയാലും രണ്ടും ഒരേ അർത്ഥമാണ്, ഒരേ ആൻസർ ആണ് കിട്ടുന്നത്, ഒരേ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റാണ് ഇവിടെ എന്തായിട്ട് വന്നിരിക്കുന്നത്? അതിലെ ഈ മൾട്ടിപ്ലിക്കേഷനിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്, 4ഉം 6ഉം. അപ്പം 2 ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മറ്റേ ഫാക്ടറാണ് ആൻസർ കോഷ്യന്റ് ആയിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6 ആൻസർ ആയിട്ട് കിട്ടി. 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ മറ്റേ ഫാക്ടർ, അതായത് 4 ആൻസർ ആയിട്ട് കിട്ടി. അതാണ് ഇവിടുത്തെ കണക്ഷൻ. അപ്പം
അതിൻ്റെ ആൻസർ നിങ്ങൾ ഇങ്ങനെ എഴുതുക, നമ്പേഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് കോളം indicate same multiplication factor. Okay. Numbers in the opposite column indicate same multiplication factor. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്തു കൂടെ? 15 divided by 3 എത്രയാണ്? 3 ഇൻറ്റു എത്രയാണ് 15 എന്നുള്ളതാണ് ചോദ്യം. 3 ഇൻറ്റു 5 ആണ് 15. അപ്പോൾ ഇവിടെ ആൻസർ 5 വരും. ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 15 ഡിവൈഡഡ് ബൈ 5 എത്രയാണെന്നാണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 3 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14 ഡിവൈഡഡ് ബൈ 2, അതായത് 2 ഇൻറ്റു എത്രയാണ് 14, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതണം 2 7s are 14. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 2 7 എന്ന്. 14 ഡിവൈഡഡ് ബൈ 7 ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ 2 ആണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നെക്സ്റ്റ് 32 ഡിവൈഡഡ് ബൈ 8. 32 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 8 ഇൻറ്റു എത്രയാണ് 32 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് 8 4s ആണ് 32. 8 4s are 32. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 8 എന്ന് ചോദിച്ചാൽ നമുക്ക് 4 എന്ന ആൻസർ എഴുതാം. 32 ഡിവൈഡഡ് ബൈ 4 എന്ന് ചോദിച്ചാൽ 8 എന്ന ആൻസർ എഴുതാം. അതാണ് ഇവിടുത്തെ ഈ കണക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് വരച്ചില്ല, ഇവിടെ ഈ കോളത്തിൽ ഞാൻ ഈ കോളത്തിൽ ഇട്ടിരിക്കുന്നത്, ഐ മീൻ ഇതിൽ ഈ ചുമന്ന കോളത്തിൽ ഇട്ടിരിക്കുന്ന ഒന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ലാത്തതാണ്. പക്ഷെ ഈ ഓരോ കളർ കോളം ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്ന ആൻസർ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഈ എക്സാമ്പിൾ എന്ന് എഴുതിയിരിക്കുന്ന ഈ നമ്പേഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് കോളം ഇൻഡിക്കേറ്റ് സെയിം മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്നുള്ളത് എഴുതിയെടുക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ടു ഗെറ്റ് 4, അതായത് നമ്മൾ എന്തെല്ലാം ചെയ്താലാണ് നമുക്ക് 4 കിട്ടുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 20യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 4 കിട്ടുക? അതിന് എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു എത്രയാണ് 20 എന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ അവിടെ വരുന്ന നമ്പർ എന്താണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി 4നെ കിട്ടാൻ. അതാണ് നമ്മൾ ഇന്നത്തെ കണക്ഷനിൽ പഠിച്ചത്. മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ കണക്ഷനിൽ നമ്മൾ പഠിച്ചു. കണക്ഷനിൽ നമുക്ക് ആദ്യം ചെയ്തു 24 ഡിവൈഡഡ് ബൈ 4 ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അപ്പം നമ്മൾ 4 ഇൻറ്റു 6 എന്ന് കണ്ടുപിടിച്ചു. 4 ഇൻറ്റു എത്രയാണ് 24 എന്ന് നോക്കി 6 ആണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം ആ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നതെന്ന്, 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അത് തന്നെ ചെയ്താൽ പോരെ. 20 ഡിവൈഡഡ് ബൈ എത്രയാണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ 20യോട് എത്ര മൾട്ടിപ്ലൈ ചെയ്താലാണ് 4നോട് എത്ര മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 ഇൻറ്റു എത്രയാണ് 20 എന്ന് നോക്കുന്നു. അത് കിട്ടിക്കഴിയുമ്പോൾ അതിനെ 20 അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടുകയല്ലേ? യെസ്. അപ്പോൾ 4 ഇൻറ്റു എത്രയാണ് 20? 4 ഇൻറ്റു 5 ആണ് 20. 4 5s are 20. അതുകൊണ്ട് 20 ഡിവൈഡഡ് ബൈ 5 എന്താണ്? 4 ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 5. അടുത്തത് 16 ഡിവൈഡഡ് ബൈ 4. 4 തന്നെയാണ്, കാരണം 4 ഇൻറ്റു എത്രയാണ് 16? 4 4s are 16. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 4 ആണ് ആൻസർ. അടുത്തത് 4 ഡിവൈഡഡ് ബൈ 4നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 4 തന്നെ കിട്ടുക? യെസ്, ഞാൻ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് പറഞ്ഞു തന്നിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞിരുന്നു, ഒരു നമ്പറിനെ ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുമെന്ന്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇനി ഓർമ്മയില്ലെങ്കിൽ ഇപ്പോൾ ഓർത്തെടുത്തോളൂ. ഞാൻ 4 പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞു തന്നിരുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രോപ്പർട്ടി ഡിവിഷൻ ബൈ ഇറ്റ്സെൽഫ് ആയിരുന്നു. അതായത് ഏതൊരു നമ്പറിനെയും ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ 1 ആൻസർ ആയിട്ട് കിട്ടും, കോഷ്യൻ്റ് ആയിട്ട് 1 കിട്ടും. ഏതെങ്കിലും ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ തന്നെ കോഷ്യൻ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തെറ്റാണ്. 0 കൊണ്ട് നമുക്ക് ഒരു നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല.
പക്ഷേ സീറോയെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് വേണേലും ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോയാണ് നമ്മുടെ ആൻസർ. ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന 4 പ്രോപ്പർട്ടീസ്. അപ്പോൾ ആ പ്രോപ്പർട്ടി അനുസരിച്ച് ഫോറിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 തന്നെ ആൻസർ ആയിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ഡിവൈസർ എന്തായിരിക്കണം? 1 ആയിരിക്കണം ഡിവൈസർ. ഇനി അത് ഓർമ്മയില്ലാത്തവർ ഇവിടെ നോക്കിക്കോളൂ. നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പം ഞാനിവിടെ 20 ഡിവൈഡഡ് ബൈ 5 ആണെന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? 4 ഇൻറ്റു എത്രയാണ് 4 എന്ന് നോക്കി, എന്നിട്ട് അതുകൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യുകയല്ലേ ചെയ്തത്. 4 ഇൻറ്റു 1 ആണ് 4. 4 1s are 4. അപ്പോൾ 4 കൊണ്ട് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക് 4 ആണ് ആൻസർ ആയിട്ട് കിട്ടാൻ. നിങ്ങൾക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. പ്രോപ്പർട്ടി ഓർത്തിരുന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതേ ഉള്ളൂ ഒരു വ്യത്യാസം. അടുത്തത് ഡിവൈഡഡ് ബൈ 6. അപ്പം നമ്മൾ ഡിവിഡൻഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഡിവിഡൻഡ് കണ്ടുപിടിക്കാൻ നേരം, അതായത് നമുക്കിവിടെ ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് അറിയത്തില്ല, പക്ഷെ നമുക്ക് ഡിവൈസറും കോഷ്യൻറ്റും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഡിവിഡൻഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് ചെയ്താൽ മതി. 4 6 ആർ എത്രയാണെന്ന് നോക്കിയാൽ മതി. 4 6 ആർ 24 ആണ്. സോ 24 ഡിവൈഡഡ് ബൈ 6 ആണ് 24 ഡിവൈഡഡ് ബൈ 6 ആണ് 4. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അടുത്തത് 8 ഡിവൈഡഡ് ബൈ എത്രയാണ് 4? അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു എത്രയാണ് 8 എന്ന് നോക്കിയാൽ മതി. 4 2s ആണ് 8. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 2 ആണ് 4. അടുത്തത് 40 ഡിവൈഡഡ് ബൈ എത്രയാണ് 4? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു എത്രയാണ് 40 എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് അതുകൊണ്ട് 40 ഡിവൈഡ് ചെയ്താൽ മതി. 4 10s ആണ് 40. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 40 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി 4 ആൻസർ ആയിട്ട് കിട്ടാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെയും നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിവൈസർ ആണ് ഡിവിഡൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവിഡൻഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതെ, നമുക്ക് ഡിവിഡൻഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിവൈസറും കോഷ്യൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 8ഉം 4ഉം ആണ് കോഷ്യൻ. സോ 8 4s are എത്രയാണെന്ന് നോക്കിയാൽ മതി. 8 4s are 32 ആണ്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 8 ആണ് 4. അടുത്തതായിട്ട് 4 ആൻസർ ആയിട്ട് വരുന്ന ഒരു ഡിവിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 4ൻ്റെ ടേബിൾ നിങ്ങൾ എണ്ണി നോക്കുക. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് 1 4s are 4. അതിവിടെ 4 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അതുപയോഗിച്ചാണ് നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. 1 4s are 4. 4 ഡിവൈഡഡ് ബൈ 1 എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ 4 കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 2 4s are 8 ആണെന്ന് നമുക്കറിയാം. 8 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 3 4s are 12. 12 ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 12 ഡിവൈഡഡ് ബൈ 3 എന്ന് ചെയ്താൽ 4 ആൻസർ ആയിട്ട് വരത്തില്ലേ? അപ്പം നമുക്ക് അവിടെ എന്തെഴുതാം? 12 ഡിവൈഡഡ് ബൈ 4 എന്ന്. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് അങ്ങനെ ഒരുപാട് കണ്ടുപിടിക്കാൻ പറ്റും. 4 4s are 16. അതിവിടെ 16 ഡിവൈഡഡ് ബൈ 4 എഴുതിയിട്ടുണ്ട്. 5 4s are 20. അത് 20 ഡിവൈഡഡ് ബൈ 5 എഴുതിയിട്ടുണ്ട്. 6 4s are 24. അതും അവിടെ എഴുതിയിട്ടുണ്ട്. 24 ഡിവൈഡഡ് ബൈ 6 എന്ന്. 7 4s are 28. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 28 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതിയാലും കറക്റ്റാണ്. 28 ഡിവൈഡഡ് ബൈ 7 അത് അങ്ങനെ എഴുതിയാലും അത് കറക്റ്റാണ്. ഇനി അടുത്തത് ഇനിയും നമുക്ക് എഴുതാൻ പറ്റും.
8 4s are 32. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 8 കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. 9 4s are 36. അപ്പോൾ നിങ്ങൾക്ക് അതും എഴുതാം. അതിവിടെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അത് വേണമെങ്കിലും എഴുതാം. 36 ഡിവൈഡഡ് ബൈ 9 എന്ന് കൊടുത്താൽ ആൻസർ ആയിട്ട് 4 ആണ് കിട്ടുന്നത്. പിന്നെ അടുത്തത് 10 4s are 40. അതിവിടെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അവിടെ ഒരെണ്ണം എഴുതാനുള്ള സ്ഥലമുള്ളതുകൊണ്ട് ഒരെണ്ണം എഴുതിയാൽ മതി. ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എഴുതാം. ഇവിടെ കൊടുത്തിട്ടില്ലാത്ത എഴുതാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞതേ ഉള്ളൂ. ടേബിൾ എഴുതിയിട്ട് 4 അല്ലാത്ത 4ൻ്റെ ഓപ്പോസിറ്റ് നമ്പർ ഏതാണോ അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ 4 അല്ലാത്ത മറ്റേ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. ആൻസർ ആ 4 കിട്ടും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.